റാപ്പർ വേടനെതിരായ കേസിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ചയോടെ യോഗം ചേരുമെന്നറിയുന്നു. പുലിപ്പല്ലിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ വനംവകുപ്പിലെ ജീവനക്കാർ. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ വിഷ്ണു, യഥാർത്ഥത്തിൽ അവസാനം ഈ വനംവകുപ്പിന് പുലിവാലി പിടിച്ച പോലെ ആയോ ഈ പുലിപ്പല്ല്? ഈ കേസിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ അത് ബാക്കി കൂടിയാലോചനകൾക്ക് ശേഷം മതി, എടുത്തു പിടിച്ചൊരു തീരുമാനത്തിലേക്ക് പോകേണ്ട എന്ന നിലപാടിലാണ് നിലവിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. തിങ്കളാഴ്ചയോടുകൂടി മേലുദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് തുടർ നടപടികൾ ആലോചിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. വേടന്റെ മാനേജറെ അടക്കം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് നോട്ടീസ് നൽകുന്ന കാര്യത്തിലൊക്കെ തിങ്കളാഴ്ച ചേരുന്ന ഒരു യോഗത്തിലായിരിക്കും തീരുമാനമെടുക്കുക. എന്തായാലും ഈ കേസിൽ ഒരല്പം മെല്ലെപ്പോക്ക് വനംവകുപ്പ് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ഈ കേസെടുത്തതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് വനംവകുപ്പ് അത്ര വേഗത്തിലേക്ക് ഒരു നടപടിയിലേക്ക് പോകേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം സമാന്തരമായി തന്നെ ഇതിന്റെ ഈ ഉറവിടം കണ്ടെത്താനുള്ള ഈ രഞ്ജിത്ത് കുമ്പിടി എന്ന ആളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ വേടനെ ഇനി ചോദ്യം ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തുന്ന കാര്യത്തിലോ ഒന്നും ഒരു തീരുമാനം ആയിട്ടില്ല. വേടൻ എല്ലാ വ്യാഴാഴ്ചയും മേക്കപ്പാല സ്റ്റേഷനിലെത്തി ഒപ്പിടണം എന്നുള്ള ജാമ്യവ്യവസ്ഥ ഉണ്ട്. അതുകൊണ്ട് അത് മാത്രം കൃത്യമായി പാലിക്കാനാണ് നിലവിൽ വനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ കടുത്ത അസംതൃപ്തിയുണ്ട് വനം മന്ത്രിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അവർ അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. എസ് കെ